السلام عليكم ورحمة الله وبركاته. عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال: إياكم والجلوس في الطرقات. فقالوا يا رسول الله ما لنا من مجالسنا بد نتحدث فيها. فقال رسول الله صلى الله عليه وسلم: فإذا أبيتم إلا المجلس فأعطوا الطريق حقه. قالوا وما حق الطريق يا رسول الله؟ قال: غض البصر وكف الأذى ورد السلام والأمر بالمعروف والنهي عن المنكر. رواه البخاري ومسلم. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പൊതു ഇടങ്ങളിൽ പൊതുവഴികളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക, സൂക്ഷിക്കുക. അനുചരന്മാർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, പൊതുവഴികളിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നതിലെന്താണ് പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇരുന്നേ മതിയാകൂ എങ്കിൽ പൊതുവഴിയോടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കുക. അവർ ചോദിച്ചു, പൊതുവഴിയോടുള്ള കടമകൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണ്ണുകളെ സൂക്ഷിക്കുക, ഉപദ്രവങ്ങളെ ഒഴിവാക്കുക, സലാം മടക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. പൊതുമേഖലയോടുള്ള, പൊതുവഴിയോടുള്ള, പൊതുസ്ഥലങ്ങളോടുള്ള കടമകൾ ആണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. പൊതുവഴി എന്ന് പറയുമ്പോൾ അതിലൂടെ എല്ലാവർക്കും കടന്നു പോകാനുള്ളതാണ്. വലിയവർക്കും ചെറിയവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും, രോഗികൾക്കും കച്ചവടക്കാർക്കും എന്നിങ്ങനെ എല്ലാവർക്കും വഴി നടക്കാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ വഴി തടസ്സം ചെയ്തുകൊണ്ട് ഇരിക്കുകയോ അവർക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ സംസാരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കടമകൾ കൃത്യമായി നിർവഹിച്ചിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുക, എന്തെങ്കിലും ചെയ്യുക ഒരിക്കലും അരുത്. കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ സലാം പറഞ്ഞാൽ മടക്കണം. എന്തെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടിയാൽ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും തിന്മ അവരിൽ കണ്ടു കഴിഞ്ഞാൽ അത് തടുക്കാൻ ശ്രമിക്കണം. പൊതുവഴിയോട് കാണിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ് തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, ഉലമാക്കൾ അതിനെ ഒരു പൊതുവഴിയോട്, പൊതുസ്ഥലത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കും എപ്പോഴും വരാനുള്ള, എന്തും പറയാനുള്ള, എന്തും ചെയ്യാനുള്ള ഒരിടമല്ല അത്. മറിച്ച് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പൊതുവഴിയാണ്, പൊതുസ്ഥലമാണ്. കാരണം അവിടെ ദീന് പഠിക്കുന്നവർ, ദീന് പഠിപ്പിക്കുന്നവർ, ദീന് പ്രബോധനം ചെയ്യുന്നവർ, ദീനിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്നവർ ഒക്കെ വരുന്ന സ്ഥലമാണ്. കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലമാണ്. പലരും അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി വന്നുപോകുന്ന ഒരു മേഖല, ഒരു സ്ഥലമാണ്, പൊതുസ്ഥലമാണ് സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പൊതുവഴിയോടുള്ള മര്യാദകൾ തീർച്ചയായിട്ടും അവിടെയും പാലിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും കേൾക്കാനും ദീനിൻ്റെ ഉലൂമുകൾ കരസ്ഥമാക്കാനും ഒക്കെ ആളുകൾ സമീപിക്കുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഈ കടമകൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ഈ ഹദീസ് മുൻനിർത്തി ഉലമാക്കൾ നമ്മോട് പറയുകയാണ്. ആലോചിച്ചു നോക്കുക, ഇന്ന് യഥാർത്ഥത്തിൽ ഈ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രയോ പിന്നിലാണ്. കടമകൾ നിർവഹിക്കുന്നത് പോയിട്ട് അവിടങ്ങളിൽ വന്ന് തിന്മകൾ ചെയ്യുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. കണ്ണുകളെ സൂക്ഷിക്കണം, ഉപദ്രവങ്ങൾ ആർക്കും വരുത്തി വെക്കരുത്, നന്മ കൽപ്പിക്കണം, തിന്മ തടയണം എന്ന് പഠിപ്പിച്ച നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ പാലിക്കുന്ന കാര്യത്തിൽ
വലിയ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. അവിടങ്ങളിൽ വന്ന് ആളുകൾ തിന്മകൾ ചെയ്യുകയാണ്. എല്ലാവരും ചാനലുകൾ തുടങ്ങി, വെബ്സൈറ്റുകൾ തുടങ്ങി, FB പേജുകൾ ആരംഭിച്ച് കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതുമൊക്കെ എന്തും എങ്ങനെയും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഇന്ന് പലരും ഇതിനെ കാണുന്നത്. അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം 10,000-കണക്കിന് സൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അടുക്കളയിൽ നടക്കുന്ന, ബെഡ്റൂമിൽ നടക്കുന്ന എന്നു വേണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഇന്ന് ഈ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് തട്ടുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായിരിക്കുകയാണ്. വളരെ ഖേദകരമെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് പറഞ്ഞു, കഴുതകൾ നടു റോട്ടിൽ വികാരങ്ങൾ തീർക്കുന്നത് പോലെ ഈ സമുദായത്തിലെ ആളുകൾ നടു റോട്ടിൽ പൊതുസ്ഥലത്ത് വെച്ച് വികാരങ്ങൾ തീർക്കുന്നതാണ്, തിന്മകൾ ചെയ്യുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ഉമ്മത്തിൻ്റെ നാശമുണ്ടാകുന്നത് ഈ സമുദായത്തിലെ ആളുകൾ പൊതുസ്ഥലങ്ങളിൽ വന്ന് അവരുടെ വികാരങ്ങൾ തീർക്കുമ്പോഴാണ്. അന്നത്തെ ഏറ്റവും നല്ല മനുഷ്യർ അവരോട് ആ കാണുന്ന മതിലിന് പിന്നിലേക്ക് നിങ്ങൾ പോവുക, പൊതുവഴിയിൽ വെച്ച് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യല്ലേ എന്ന് പറയുന്നവരായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഈ മേഖലയെ നമ്മൾ കാണേണ്ടത്. പൊതുവഴിയോടുള്ള, പൊതുസ്ഥലങ്ങളോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. നന്മകൾ കൽപ്പിക്കുക, നന്മ മാത്രം പ്രചരിപ്പിക്കുക, തിന്മകൾ കാണുമ്പോൾ തടയുക, കണ്ണുകളെ സൂക്ഷിക്കുക, ഉപദ്രവങ്ങൾ ആർക്കും വരുത്തി വെക്കാതിരിക്കുക. നമ്മിലൂടെ ഒരാളും ഒരു തിന്മയും ചെയ്യരുത് എന്ന ഉറച്ച തീരുമാനമെടുക്കുക. നമ്മൾ നന്മക്ക് കാരണക്കാരായാൽ നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ കിതാബിൽ അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. അതല്ല, നമ്മൾ ഒരു തിന്മ തുടങ്ങി വെച്ചാൽ നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ ആ പോസ്റ്റ് നമ്മൾ പിൻവലിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് കൈമാറി നമ്മൾ മരണപ്പെട്ട ശേഷവും നമ്മളുടെ ഖബറിലേക്ക് അതിൻ്റെ ശിക്ഷയും വന്നുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.